പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഡേവിഡും മിത്രയും വീട്ടിലെത്തുമ്പോൾ കാണുന്നത് മുറ്റത്ത് നിർത്തിയിട്ട് വിലപിടിപ്പുള്ള കാറാണ്. ഇതാരുടെ കാറച്ചായ? അപരിചിതമായ കാറ് കണ്ടതും മിത്ര സംശയത്തിൽ ഡേവിഡിനോട് ചോദിച്ചു. അറിയില്ല. ഉള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന സംസാരം കൂടിയായതും അതും പറഞ്ഞ് ഡേവിഡ് ഉള്ളിലേക്ക് നടന്നതും ആരായിരിക്കും വന്നതെന്ന് അറിയാനുള്ള ത്വരയിൽ മിത്രയും വേഗം ഡേവിഡിന്റെ പിറകിയായി ഉള്ളിലേക്ക് പോയി. ആളിലെത്തിയ ഇരുവരും കാണുന്നത് ഐസക്കിനോട് സംസാരിച്ച് സെറ്റിയിലിരിക്കുന്ന ഒരു മധ്യവയസ്കനെയും അയാളുടെ ഭാര്യയാണ്. ആഹാ, നിങ്ങൾ വന്നോ? ആളിലേക്ക് വന്ന് അവരെ കണ്ട അതിഥികളോട് സംസാരിച്ചിരുന്ന ഐസക്ക് സംസാരം നിർത്തി ഡേവിഡിനോടും മിത്രയോടായി ചോദിച്ചു. ആ, നിങ്ങളെപ്പോ വന്നു? ഐസക്കിന്റെ ചോദ്യത്തിന് അതേ എന്ന രീതിയിൽ തലയാട്ടി ഡേവിഡ് ഹാളിലിരിക്കുന്നവരോടായി ചോദിച്ചു. കുറച്ച് മുമ്പേ വന്നതുള്ളൂ ഡേവിഡ് മോനെ. അല്ല, ഈ പെൺകൊച്ചി ഏതാ? ഡേവിഡിനെ കണ്ട് ചിരി വിരിഞ്ഞ് സേവിയറിന്റെ മുഖത്ത് മിത്രയെ കണ്ട് സംശയം നിറഞ്ഞു. ആ ശരി, ഇത് ദേവമിത്ര, ദേവി. എൻ്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള കോളേജിലാണ്. ഹോസ്റ്റലിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഐസക്ക് പറഞ്ഞത് മുഴുവനാക്കും മുമ്പായി ഡേവിഡ് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞത് കേട്ട് മിത്രയുടെ മുഖം മങ്ങിയെങ്കിലും അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തി നിന്നു. അതുപോലെ തന്നെ ഐസക്കിനും ഡാനിക്കും കുഞ്ഞൂട്ടും ഡേവി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ നിന്നു. നിങ്ങൾ 4 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഈ പെങ്കൊച്ചിനെ താമസിപ്പിക്കുമ്പോൾ ആളുകൾ പലതും പറയില്ലേ? അത് ഈ കൊച്ചിന് ദോഷം ചെയ്യില്ലേ? പറയുന്നവർ പറയട്ടെ ശരി, ഞങ്ങളതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയവർക്കും അതൊന്നും ഒരു പ്രശ്നമല്ല. സേവിയറിന്റെ സംസാരം കേട്ട് ഐസക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. കൊച്ചേ, ഇതെന്റെ ഫ്രണ്ട് സേവിയർ, ഇതവന്റെ ഭാര്യ ത്രേസ്യ. ഐസക്ക് അവരിരുവരെയും മിത്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും മിത്ര ഇരുവരെയും നോക്കി പുഞ്ചിരിച്ച് തിരിച്ച് അവർ മോൾക്കായി പുഞ്ചിരി നൽകി. ആ, ഞങ്ങൾ വന്നത് അടുത്ത മാസം നയനയുടെ എൻഗേജ്മെന്റ് ആണ്. അതിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനാണ്. ആണോ? എന്നിട്ട് നയന മോളെന്തേ വരാഞ്ഞത്? ഇപ്പൊ കുറെ ആയാലും ഇതിലെ വന്നിട്ട്? ഐസക്ക് സേവിയോട് ചോദിച്ചു. അവൾക്ക് ജോലി തിരക്കാണ്. ഞങ്ങൾക്ക് തന്നെ മോളെ ശരിക്കും കാണാൻ കിട്ടാറില്ല ഇപ്പോ, അല്ലേടോ? സേവിയർ ചിരിയോടെ പറഞ്ഞ ത്രേസിയെ നോക്കിയതും അവരും ചിരിയോടെ അതേന്ന രീതിയിൽ തലയാട്ടി. എന്നാ ഐസക്ക്, ഞങ്ങൾ ഇറങ്ങാം. എല്ലാരും വരണം. കൊച്ചേ, നീ ഇവരുടെ കൂടെ വരണം കേട്ടോ. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സേവിയർ മിത്രയെ നോക്കി ചിരിയോടെ പറഞ്ഞതും മിത്ര ചിരിയോടെ തല കുലുക്കിയതും സേവിയർ ഐസക്കിന്റെ തോളിൽ കൈയിട്ട് അയാളുമായിട്ട് മുറ്റത്തെ കാറിന്റെ അരികിലേക്ക് നടന്നു. സേവിയറിനോട് സംസാരിച്ച് നിൽക്കുന്ന ഐസക്കിനെ നോക്കിക്കൊണ്ട് മിത്ര ഉള്ളിലേക്ക് പോയി. പോകുന്ന പോക്കിൽ മനപ്പുറം ഡേവിഡിനെ നോക്കിയില്ല. അവൾക്കുള്ളു നിറയെ അവനോട് ദേഷ്യവും പരിഭവമായിരുന്നു. എന്തോ നടാ ഇത്? കിച്ചണിലെത്തിയത് ഡേവിഡും ഇത്രയും പുറത്തുപോയി വന്നപ്പോൾ കൊണ്ടുവന്ന ഭക്ഷണത്തിന് തല്ലുകൂടുന്ന ഡാനിയെയും കുഞ്ഞുണ്ടിയും കണ്ട് ചോദിച്ചു. കുറച്ച് കൂടുതൽ വാങ്ങിയത് കൊണ്ട് സേവിയറിനും ത്രേസിനും കൊടുത്തിട്ടും ബാക്കിയുണ്ടായിരുന്നു. ദേ നോക്കി ചെടുത്തി, ഈ ഡെന്നിച്ച് എന്തിന് കൈവിട്ട് വാരുവാ. ഞാനോ? ഇവൻ വെറുതെ പറഞ്ഞ ചെടുത്തി, ഇവനാ എൻ്റെന്ന് കൈയിട്ട് വരാൻ വരുന്നത്. മതി മതി, രണ്ടുപേരും നിർത്ത്. വീണ്ടും രണ്ടുപേരും അടിപിടിക്കാൻ വരുവാണെന്ന് കണ്ടതും മിത്ര രണ്ടിനെയും അടക്കി നിർത്തി രണ്ടുപേർക്കും ഒരുപോലെ ഭക്ഷണം തുല്യമായി വീതിച്ച് നൽകി. എനിക്ക് ചേട്ടത്തി വാരി തന്നാ മതി. കുഞ്ഞുട്ടൻ ഡാനിയെ നോക്കി പുച്ഛം വാരി വിതറി മിത്രയുടെ കയ്യിൽ പ്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് ചേട്ടത്തി വാരിത്തരില്ലേ? അതിനെന്താ, എന്റെ കുഞ്ഞുട്ടൻ ഞാൻ വാരിത്തരാലോ. മിത്ര ചിരിയോടതും പറഞ്ഞ് മിത്ര കൈ കഴുകി വന്ന് പ്ലേറ്റ് വാങ്ങി കുഞ്ഞുട്ടിന് വാരി കൊടുക്കാൻ തുടങ്ങിയതും അത് കണ്ട് കുശുമ്പ് കുത്തി ഡാനിയും വന്നതും മിത്ര ചിരിയോടെ ഇരുവർക്കും വാരി കൊടുത്തു. ചേട്ടത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഡാനി വിളിച്ചതും മിത്ര സംശയത്തോടെ അവനെ നോക്കി. ചേട്ടായി നേരത്തെ അങ്കിളിനോട് പറഞ്ഞ ചേട്ടത്തിക്ക് ഫീലായോ? ഡാനിയുടെ ചോദ്യം കേട്ടും മിത്ര വരുത്തിത്തൊരു ചിരി അവർക്കായി നൽകുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പച്ചാ, എന്താ ഇവിടെ ആലോചിച്ചിരിക്കുന്നത്? ഐസക്കിനെ തിരഞ്ഞു വന്ന മിത്ര കാണുന്നത് റൂമിലെ ബെഡിൽ ചാരിയിരുന്ന് കാര്യമായി എന്തോ ആലോചിക്കുന്ന ഐസക്കിനെയാണ്. ആ, ഒന്നുമില്ല കൊച്ചേ, അവന്മാര് വന്നോ? ഉച്ച കഴിഞ്ഞ് ഡേവിഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പലചരക്ക് സാധനം എടുക്കാനുള്ളത് കൊണ്ട് ഡേവിഡ് പോയപ്പോൾ ഡാനിയെയും കുഞ്ഞുണ്ണിയും കൂടെ കൊണ്ടുപോയിരുന്നു. ഇല്ല, അപ്പച്ചന് ചായ വേണ്ടേ? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഇപ്പൊ വേണ്ട കൊച്ചേ, അവന്മാര് കൂടി വരട്ടെ. കൊച്ചേ. ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഐസക്ക് അവളെ പിന്നീന്ന് വിളിച്ചു. എന്താ പച്ചാ? കൊച്ചൊന്നെങ്കിൽ വന്നേ. എന്താ പച്ചാ? ഐസക്ക് വിളിച്ചത് കേട്ട് മിത്ര അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും
ഐസക് അവളെ അയാളുടെ അടുത്തായി പിടിച്ചിരുത്തി. കൊച്ചേ, ഈ വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ എനിക്ക് കൊച്ചെൻ്റെ സ്വന്തം മോളെ പോലെയാണ്. എൻ്റെ കൊച്ചിന് ദോഷം വരുന്നതൊന്നും അപ്പച്ചൻ ചെയ്യില്ല. അതുകൊണ്ട് അപ്പച്ചൻ പറയുന്നത് എൻ്റെ കൊച്ച് കേൾക്കണം. എന്താ അപ്പച്ച കാര്യം? മിത്ര സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. കൊച്ചി വാശിയൊക്കെ മാറ്റിവെച്ച് കൊച്ചിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകണം. ഐസക് പറഞ്ഞതും മിത്ര ഞെട്ടലോടെ മുഖം വീഴ്ത്തി നോക്കി. ഉടനെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പച്ചന് ഞാനൊരു ശല്യമായി തോന്നിയിട്ടാണോ? ഇടർച്ചയോടെ കണ്ണുകൾ നിറച്ച് ഐസക്കിനെ നോക്കിക്കൊണ്ട് മിത്ര ചോദിച്ചു. ഹൈ, എന്താ കൊച്ചി പറയുന്നത്? എനിക്ക് നീ എൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ എനിക്കൊരു ഭാരോ ശല്യമോ അല്ല. പിന്നെ എന്തിനാ എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞത്? വിതുമ്പിക്കൊണ്ട് മിത്ര ചോദിച്ചു. ഒരു പെണ്ണ് പോലും ഇല്ലാത്ത വീട്ടിൽ മോളെ ഇവിടെ താമസിപ്പിക്കുന്നതിന് ആളുകൾ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാനത് കാര്യമാക്കി എടുത്തില്ലെങ്കിലും ഇപ്പം സേവ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചത്. കൊച്ചി നീ ഇവിടെ നിന്നാ ആളുകൾ ഇനിയും പലതും പറഞ്ഞുണ്ടാക്കും. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലെങ്കിലും അത് കൊച്ചിൻ്റെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് അപ്പച്ചൻ പറയുന്നത് എൻ്റെ കൊച്ചി തിരിച്ചു പോകണം. അപ്പച്ചൻ പറഞ്ഞ കൊച്ചനുസരിക്കില്ലേ? ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞു വിടല്ലേ അപ്പച്ച. എനിക്ക് ഇച്ചായനും അപ്പച്ചനും ഡാനിയും കുഞ്ഞുട്ടും ഒന്നുമില്ലാതെ പറ്റില്ല. നിങ്ങളൊന്നും വിട്ടിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാനൊരു ജോലിക്കാരിയായി കഴിഞ്ഞോളാം. എന്നെ പറഞ്ഞു വിടല്ലേ. മിത്ര ഐസക്കിന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിത്ര പറഞ്ഞത് കേട്ട് ഐസക്കിന് സന്തോഷം തോന്നി. അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവളെ പിരിയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. കൊച്ചേ, പിന്നീട് കൊച്ചിന് ദുഃഖിക്കാൻ ഇടവരരുത്. അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നന്നായി ചിന്തിച്ചു നോക്ക്. മിത്രയുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഐസക്ക് പറഞ്ഞു. എനിക്കൊന്നും ചിന്തിക്കാനില്ല അപ്പച്ച. നിങ്ങളൊന്നും വിട്ട് എനിക്ക് പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഞാൻ ഈ ജീവിതം നിന്ന് അവസാനിപ്പിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണോ കൊച്ചേ നിനക്ക് ഞങ്ങളെ? അപ്പൊ എൻ്റെ മോൻ ദേവിയെയോ? ഇച്ചാനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞങ്ങളോടുള്ള പോലത്തെ ഇഷ്ടമാണോ നിനക്ക് അവനോട്? ഐസക്കിന്റെ ചോദ്യം കേട്ട് മിത്ര നാണത്തോടെ തലതായിത്തി. പാറ കൊച്ചേ, നിനക്കെൻ്റെ മോനോട് പ്രണയാണോ? എനിക്ക് ഇച്ചാനോട് പ്രണയ. കൊച്ചേ, ഇതൊക്കെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ തോന്നുന്നതാണെങ്കിൽ അതുമല്ല, കൊച്ചു വളർന്ന രീതി ആകില്ല ഇവിടെ. എന്ത് രീതി അപ്പച്ച? ശരിയാ, ഞാൻ ജനിച്ചു വളർന്ന പോലെയുള്ള ജീവിതമല്ല ഇവിടെ. ഇതുവരെയുള്ള എൻ്റെ ജീവിതം പണവും ആർഭാടങ്ങൾക്ക് നടുക്കായിരുന്നു. ചോദിക്കാത്ത എൻ്റെ ആവശ്യങ്ങൾക്കായി അപ്പനും ഏട്ടന്മാരും പണം തരും, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി. പക്ഷെ ആർക്കും എന്നെ മനസ്സിലാക്കാനായിട്ടില്ല. ഇപ്പോഴും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. കുറെ പണമാണ് അപ്പച്ച ജീവിക്കാൻ വേണ്ടത്. പണം മാത്രമല്ല ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടതെന്ന് ഇവിടെ വന്നതിൽ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇച്ചായനോടുള്ള എൻ്റെ ഇഷ്ടം അത് പ്രായത്തിന്റെ പക്വതകളോട് തോന്നുന്ന വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ല, ശരിക്കും ഇഷ്ടം തന്നെയാ. അറിയില്ല എപ്പോഴാ ഇച്ചായനോട് എൻ്റെ ഉള്ളിൽ പ്രണയം തോന്നിയതെന്ന്. പക്ഷെ ഒന്നെനിക്കറിയാം, ഇപ്പം എൻ്റെ പ്രാണനായി തന്നെ ഇച്ചായം മാറിയിട്ടുണ്ട്. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ മനസ്സിൽ എൻ്റെ ഇച്ചായം മാത്രമേ ഉണ്ടാകൂ അപ്പച്ച. മിത്ര പറഞ്ഞത് കേട്ട് ഐസക്കിൻ്റെ ഉള്ളിൽ നിറഞ്ഞു. നീ ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ കൊച്ചി? പിന്നീട് തെറ്റായി തോന്നാൻ പാടില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ തെറ്റി തന്നെയാ അപ്പച്ച പറഞ്ഞത്. എൻ്റെ ഇച്ചാനെ നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോകില്ല. കൊച്ചി കണ്ണു തുടച്ചേ, എൻ്റെ കൊച്ചിനെ ഞാനെങ്ങും പറഞ്ഞു വിടില്ല. ഇനി അതാലോചിച്ച് കണ്ണു നിറക്കണ്ട. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാം. മിത്രയുടെ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് ഐസക്ക് പറഞ്ഞു. എന്താ അപ്പച്ച? ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തിൽ ചോദിച്ചു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും അറിയേ നിങ്ങളുടെ കെട്ട് നിർത്താൻ തീരുമാനിച്ചു. ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്രയുടെ മുഖം വിടുന്നു. പെട്ടെന്ന് മങ്ങി. അതിന് ഇച്ചായ സമ്മതിക്കോ അപ്പച്ച? ഇച്ചായന് ഇഷ്ടമല്ല. അവൻ ഞാൻ പറഞ്ഞ അനുസരിക്കാതിരിക്കില്ല കൊച്ചി. പിന്നെ എൻ്റെ കൊച്ചിനെ ആർക്കാ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? എല്ലാം ശരിയാവും, അപ്പച്ചനല്ലേ പറയുന്നത്. മിത്രയുടെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ ഐസക്ക് പറഞ്ഞതും അവൾ സന്തോഷത്തോടെ ഐസക്കിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ മീശയിൽ പിടിച്ച് വലിച്ച് അവിടുന്ന് ചാടി തുള്ളിപ്പോയി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോയതും ഐസക്ക് ഡേവിഡിന്റെ അടുത്തേക്ക് പോയി കാര്യം പറഞ്ഞു. അപ്പച്ചൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പച്ചൻ പറഞ്ഞത് കേട്ട് ഡേവിഡ് ഞെട്ടലോടെ ചോദിച്ചു. നീ എന്താ കേട്ടില്ലേ? ഞാൻ നിങ്ങളുടെ കെട്ട് നടത്താൻ പോവാന്ന്. അപ്പച്ചൻ എന്താ ഭ്രാന്തായോ? അവൾ കൊച്ചല്ലേ അപ്പച്ച? പിന്നെ കൊച്ച് 10-21 വയസ്സായവൾക്ക് അവളുടെ ഈ പ്രായത്തിലേ
നിന്നെ നമുക്ക് നീ ഉണ്ടായിരുന്നു. നിനക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലം അല്ലല്ലോ അപ്പച്ച ഇന്ന്. അതെന്താ, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് മനുഷ്യരല്ലേ. ഞാൻ എൻ്റെ കൊച്ചിന് വാക്ക് കൊടുത്തതാ, ഇനി എനിക്ക് തിരുത്താൻ പറ്റില്ല. അവൾ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിയല്ലാതെ. മിണ്ടരുത് നീ, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നീ എന്നെ എതിർക്കില്ലെന്നാ എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തകർന്നാ പിന്നെ നീ എന്നല്ല ആരും ഈ അപ്പനെ കാണില്ല. അപ്പ ഐസക്ക് പറഞ്ഞത് കേട്ട് ഡേവിഡ് ഞെട്ടലോടെ വിളിച്ചു. എനിക്ക് ആ കൊച്ചിൻ്റെ സന്തോഷമായിട്ട് എരിയുന്നത്. അതിനിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടി അതിൻ്റെ മനസ്സ് വേദനിപ്പിച്ച ആ കർത്താവ് പൊറുക്കില്ലടാ. അപ്പച്ചൻ എന്നതാ വെച്ച ചെയ്തോ, ഞാൻ എതിര് നിൽക്കുന്നില്ല. അത്രമാത്രം പറഞ്ഞ് ഡേവിഡ് ഉള്ളിലേക്ക് കയറിപ്പോയതും ഐസക്ക് തൂണ്ടം മറവിൽ നിൽക്കുന്ന മിത്രയെ നോക്കി തംസെന്ന് കാണിച്ച് സന്തോഷത്തോടെ തൻ്റെ റൂമിലേക്ക് പോയി.